ഹലോ ഹബീബ്സ്, അങ്ങനെ നമ്മുടെ വയനാട്ടിലെ ഫസ്റ്റ് വ്ളോഗാണ് ഇത്. ഫസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് ബാവലി മക്കാമിലാണ്. ബാവലി മക്കാം എത്തുന്നതിന് മുമ്പുള്ള ഈ ടേണിംഗ് കൂടെ കഴിഞ്ഞ് ബാവലി മക്കാം, അതിന് മുമ്പുള്ളൊരു ചെറിയ സ്പേസാണ്. എനിക്കിഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സ്ഥലം. ഈ ചെറിയ ചെറിയ മരങ്ങൾ വെട്ടിയിട്ട പോലെ, എന്ത് മരമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് കാണാൻ നല്ല രസമാണ്. ആ ലോങ് ലാൻഡ്സ്കേപ്പിംഗ് ഏരിയാസ്, അങ്ങോട്ടുള്ള കൃഷികൾ. ഇത് ഈ ബാക്കിൽ നിൽക്കുന്ന ഈ പള്ളിയാണ് ബാവലി മക്കാമിൻ്റെ പള്ളി. നമുക്കിനി എന്തായാലും അങ്ങോട്ടേക്ക് പോയേക്കാം. ഓക്കെ ആൻഡ് ഗൈസ്, ഇതാണ് ബാവലി മക്കാം. ഇവിടെ ഒരുപാട് പേര് സിയാറത്ത് ചെയ്യാൻ വരുന്നുണ്ട്. ഒരു ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇതിന് ഒരുപാട് ചരിത്രപ്രസിദ്ധമായ കാര്യങ്ങളുണ്ട്. അത് പറയാൻ തന്നാൽ നമുക്ക് ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കാൻ പറ്റും. അതിന് മാത്രമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും വന്ന ഇവിടുത്തെ ഉസ്താദന്മാരോട് ചോദിച്ചാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറയാന്നുണ്ടെങ്കിൽ നേരെ പള്ളീൻ്റെ നേരെ മുമ്പിലായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലമുണ്ട്. സൈഡിലായിട്ട് ഒരുപാട് പേര് പിക്നിക്ക് പോലെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർ കേരളക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, നിങ്ങൾ വയനാട് ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ചരിത്രപരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഇതിൻ്റെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഈ തങ്ങൾ മരിച്ച് കിടക്കുന്നത് കണ്ട ഒരു ആദിവാസി അവരെ ഖബറടക്കിയതിനു ശേഷം അവിടെ ഒരു വിളക്ക് വെച്ചായിരുന്നു. അത് അവർ ഇന്നും അതിപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ വിളക്ക് ഇന്നും കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് വരാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് കയറണം, സന്ദർശിക്കണം. ഓക്കെ. ബാവലിയിൽ വരുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളുണ്ട്. ഡ്രസ് ഷോപ്പുണ്ട്, പിന്നെ ഗ്രോസറീസ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. ഫുഡൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെന്താ, ഇവിടെയൊക്കെ ആദ്യം ഞാൻ വരുന്ന സമയത്ത് നമ്മളൊരു സാധനം വാങ്ങി ഇവിടെ പുറത്ത് നടക്കാൻ പറ്റില്ലായിരുന്നു. കാരണം കയ്യിലൊരു സാധനം വെച്ചാൽ കുരങ്ങന്മാർ വന്ന് എടുത്തോളൂ. പക്ഷെ ഇന്നൊരൊറ്റ കുരങ്ങനെയും കാണുന്നില്ല. ഇവിടെ പാകലൊരു കുരങ്ങൻ ഞാൻ മാത്രം തോന്നുന്നു.